ഇസ്ലാമിലുണ്ടോ അങ്ങനെ ജാറം കെട്ടിപ്പടുക്കലും ഒരു സംരക്ഷിക്കലും? പൊളിച്ചു കളയാനായി ഇസ്ലാമിന്റെ കൽപ്പന, പൊളിച്ചു കളയാനായി ഇസ്ലാമിന്റെ കൽപ്പന. ഏത് ഇസ്ലാമിന്റെ കൽപ്പനയാ മൗലവി? അള്ളാഹുവിന്റെ റസൂലിന്റെ ജാറം, മദീനയിലുള്ള ജാറം അത് പൊളിച്ചു കളയണമെന്ന് ഇസ്ലാമിന്റെ കൽപ്പനയാണെന്ന് നിങ്ങൾ പറയുന്നത്. ഏത് ഇസ്ലാമിന്റെ കൽപ്പനയാ മൗലവി? ഖുർആനിലുണ്ടോ റസൂലുള്ളാഹിന്റെ ജാറം പൊളിക്കണമെന്ന്? ഹദീസിലുണ്ടോ റസൂലുള്ളാഹിന്റെ ജാറം പൊളിക്കണമെന്ന്? ഏത് ഇസ്ലാമിലാ മൗലവി ഉള്ളത്? ഉണ്ടെങ്കിൽ ആ ഹദീസ് ഞങ്ങളൊന്ന് കേൾക്കട്ടെ, ഉണ്ടെങ്കിൽ ആ ആയത്ത് ഞങ്ങളൊന്ന് കേൾക്കട്ടെ. ഞാൻ നിങ്ങളെ നാഴികക്ക് 40 വട്ടം വിളിച്ചില്ലേ? എന്റെ മുന്നിൽ ഇരുന്നിട്ടൊരു ഹദീസ് കാണിച്ചു തരാമോ? എന്റെ മുന്നിലിരുന്ന് ഒരു ആയത്ത് കാണിച്ചു തരാമോ? എന്റെ മുന്നിലിരുന്നൊന്ന് വായിക്കാമോ എന്ന് 7 ഖണ്ഡന പ്രസംഗത്തിൽ ആവർത്തിച്ച് വിളിച്ചിട്ട് ഒരൊറ്റ ആൺകുട്ടി മുജാഹിദ് മൗലവിമാരെ കൂട്ടത്തിൽ ജനിച്ചില്ലല്ലോ. ചോദിക്കട്ടെ, ആയത്തിന്റെ ഞങ്ങളെ മുന്നിൽ വെച്ച് വന്നൊന്ന് വായിച്ചർത്ഥം പറഞ്ഞുകൂടെ? അങ്ങനെ ഒരു ആയത്തുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് കേൾക്കട്ടെ. പൊളിച്ചു കളയാനാ ഇസ്ലാമിന്റെ കൽപ്പന എന്ന് പറയാൻ ഇയാൾ ഇസ്ലാമിന്റെ പ്രവാചകനാണോ? ഇയാൾ ഇസ്ലാമിന്റെ നബിയാണോ? ഇയാളെ വാക്ക് ഇസ്ലാമിൽ തെളിവാണോ? ഏത് ഹദീസിലാണ് അങ്ങനെയുള്ളത്? ഇല്ല 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 ഇല്ല, റസൂലുള്ളാഹിന്റെ ജാറം പൊളിക്കണമെന്ന്, അങ്ങനെ മഹാന്മാരെ ജാറം പൊളിക്കണമെന്ന് ലോകത്ത് ഒരു ഇസ്ലാമിന്റെ അതാ പ്രമാണമായ ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇതേ മൗലവി പറയും പൊങ്ങി നിൽക്കുന്ന ഒറ്റ ഖബറും തട്ടി നിരപ്പാക്കാതെ വിടരുത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. പച്ചക്കള്ളം വെച്ചുകൊടുത്തവനെ പൊങ്ങി നിൽക്കുന്നവരൊറ്റ ഖബറുകളെയും തട്ടി നിരപ്പാക്കാതെ വിടരുത് എന്ന് ആ കാലഘട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? ഇല്ല, അങ്ങനെ ഒരു ഹദീസേ ഇല്ല. പൊങ്ങി നിൽക്കുന്ന ഒറ്റ ഖബറുകളെയും തട്ടി നിരപ്പാക്കാതെ വിടരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഒരു ഹദീസും ഇല്ല. ഉണ്ടെങ്കിൽ മൗലവിമാർ കൊണ്ടുവരട്ടെ. ഇല്ല ഇല്ല, ഹദീസിന്റെ അർത്ഥം മാറ്റിയിട്ട് ജനങ്ങളെ വഞ്ചിക്കുകയാണ്. അത് ഇൻഷാ അല്ലാഹ് അവർ ഉദ്ദേശിക്കുന്ന ഹദീസിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയും. അതാ അടുത്തൊന്ന് വെക്കൂ മോനെ. ഞാൻ അതാവൃത്തൊന്ന് വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ അതേ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു മറ്റൊരാളെ പറഞ്ഞേച്ച വിവരം പറയുന്ന ഒരു ഹദീസുണ്ട്. വലാ ഖബ്റൻ മുസ്രിഫൻ ഇല്ലാ സവീതുഹു. അതേ ആ ഹദീസിന്റെ അർത്ഥം എന്താണ്? മഹാനായ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിലെ വ്യാഖ്യാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് അതുപോലെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തന്നെയും പറഞ്ഞ ഒരു വാചകം വലാ ഖബ്റൻ മുസ്രിഫൻ ഇല്ലാ സമീതഹു. എന്താണ് ഹദീസിന്റെ മാന? മഹാനായ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുകയാണ്. إلا أنه لم يرد تسويته بالأرض وإنما أراد تسطيحه جمعا بين الأخبار. ആ ഹദീസിന്റെ മാന ഖബർ തട്ടി നിരപ്പാക്കണമെന്നല്ല. ആ ഹദീസിന്റെ മാന കൂർത്ത് നിൽക്കുന്ന ഖബർ അത് മേൽഭാഗം കുറച്ച് പരത്തണമെന്നാണ്. കൂർത്ത് നിൽക്കുന്ന ഖബർ അതിന് തസ്നീം എന്ന് പറയും. അങ്ങനെ മുസന്നമായി നിൽക്കുന്ന ഖബർ, കൂർത്ത് നിൽക്കുന്ന ഖബർ ഒരൽപ്പം പരത്തിക്കൊണ്ടാണ് വേണ്ടത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അല്ലാതെ ഖബർ തട്ടി നിരപ്പാക്കണമെന്ന് ആ ഹദീസിന് അർത്ഥമില്ല. അത് മൗലവിമാർ വഞ്ചന നടത്തിയതാണ്. ഞാൻ ബുഖാരിയുടെ വ്യാഖ്യാനം നോക്കിയാ വായിച്ചത്. എന്റെ മുസ്ലിമീങ്ങളെ കിതാബുൽ ജനായിസ് നോക്കിക്കോ, ഞാനത് വെറുതെ പറഞ്ഞതല്ല. അപ്പൊ അങ്ങനെ ഒരു ഹദീസ് ഇല്ല. അത് പച്ചക്കള്ളം മൗലവിമാര് പറയാണ് റസൂലുള്ളാഹിന്റെ പേരിൽ. അള്ളാന്റെ പേരിൽ കള്ളം പറയുക, റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറയുക, അത് മാത്രമാണ് ഈ മൗലവിമാരുടെ നടപടി. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഞാനത് ശരിക്കൊക്കെ വിശദീകരിച്ചപ്പോ ഞാൻ മാതാവിന് വിശദീകരിച്ചു. യഹൂദികളും നസ്രാനികളും അമ്പിയാക്കളെ ഖബറിങ്കൽ പോയിട്ട് സുജൂദ് ചെയ്തു. അവരാ സ്ഥലം സുജൂദിന്റെ കേന്ദ്രമാക്കി ഖബറിനെ സുജൂദ് ചെയ്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദ. യഹൂദികൾക്കും നസ്രാനികൾക്കും ലാനത്ത്. അവരുടെ അമ്പിയാക്കളുടെ ഖബറുകൾ അവർ സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളാക്കി. ഒരിക്കലും ഖബറിനോ ഒരു സൃഷ്ടിക്കും സുജൂദ് ചെയ്യാൻ പാടില്ല. അപ്പോ ഖബറിന് സുജൂദ് ചെയ്തവരെ, ഖബറിനടുക്കൽ പോയി സുജൂദ് ചെയ്തവരെ ലഅനത്ത് ചെയ്തു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ സഹോദരന്മാർ ശരിക്കും മനസ്സിലാക്കണം. ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദ, അത് ഞാൻ ശരിക്കും വിശദീകരിച്ചു.
എന്നിട്ട് ഞാൻ ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതെടുത്ത് വിശദീകരിച്ച് വായിച്ചു. ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ട്, ലമ്മാ കാനത്തിൽ യഹൂദു വൻ നസാറ, യഹൂദികളും നസ്രാനികളുമായപ്പോൾ യസ്ജുദൂന ലിഖുബൂരിൽ അംബിയാഇ, അംബിയാക്കൾക്ക് സുജൂദ് ചെയ്യുന്നവരായപ്പോൾ തഅലീമൻ ലിസൈനിഹിം, അവരെ അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ട്, അങ്ങേയറ്റത്തെ ബഹുമാനം അല്ലാഹുവിന് മാത്രമേ പാടുള്ളൂ, ബഹുമാനം പറ്റും, അങ്ങേയറ്റത്തെ ബഹുമാനം അല്ലാഹുവിനെ പാടുള്ളൂ. അങ്ങനെ ബഹുമാനിച്ച് സുജൂദ് ചെയ്തപ്പോ വയജഅലൂനഹാ ഖിബ്ലതൻ, എന്നിട്ട് അവരുടെ ഖബറിനെ ഖിബ്ല പോലെയാക്കി, യതവജ്ജഹൂന ഫിസ്സലാത്തി നഹ്വഹാ, നിസ്കരിക്കുമ്പോൾ ഖബറുകളെ തിരിഞ്ഞു നിസ്കരിച്ചു കഅബയിലേക്ക് തിരിയുന്നതിന് പകരം, വത്തഖദൂഹാ ഔസാനൻ, എന്നിട്ട് ഖബറിനെ അവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങളാക്കി. ലഅനഹുമുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി അവരെ ലഅനത്ത് ചെയ്തു. വമനഅൽ മുസ്ലിമീന അൻ മിസ്ലി ദാലിക്, അത് പാടില്ലെന്ന് മുസ്ലിമീങ്ങളോട് പഠിപ്പിക്കുകയും ചെയ്തു, തടയുകയും ചെയ്തു. ഫഅമ്മാ മൻ ഇത്തഖദ മസ്ജിദൻ ഫീ ജിബാലി സാലിഹിൻ, നേരെ മറിച്ച് പകരം ഒരാൾ ഒരു മഹാനായ വ്യക്തിയുടെ സമീപത്ത് ഒരു പള്ളി ഉണ്ടാക്കിയാൽ, അതിന്റെ സമീപത്ത് വെച്ച്, അദ്ദേഹത്തിന്റെ സമീപത്ത് വെച്ച് ഇബാദത്ത് എടുക്കുന്നത് കൊണ്ടും ഖബറിന്റെ സമീപത്ത് പോകുന്നത് കൊണ്ടും ബറക്കത്ത് ഒരാൾ ഉദ്ദേശിച്ചാൽ, ഖബറിനെ അങ്ങേയറ്റം ബഹുമാനിച്ച് ആരാധിക്കാൻ വേണ്ടി ചെയ്തതല്ല, ഖബറിന്റെ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട്, മഹാന്മാരെ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അതിന്റെ സമീപത്ത് പോയിട്ട് ഒരാൾ സമീപത്ത് ചെന്നാൽ അവിടെ നിന്ന് നല്ല കാര്യം ചെയ്താൽ, വലാ തവജ്ജുഹു ഇലൈഹി, നിസ്കാരത്തിൽ ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കൽ ഉദ്ദേശമില്ല, ഫലാ യദ്ഖുൽ ഫിൽ വഈദിൽ മദ്കൂർ, അദ്ദേഹത്തിന് റസൂലുള്ളാഹി പറഞ്ഞ ലഅനത്ത് ബാധകമല്ല എന്ന് ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ ബുഖാരിയുടെ ശറഹിൽ പറഞ്ഞത് ഞാൻ എടുത്ത് ഉദ്ധരിച്ചു. വ്യക്തമായ ആ വിഷയം അങ്ങ് വിശദീകരിച്ചപ്പോ ഇപ്പൊ മൗലവി വന്നിട്ട് പറയാണ്, എന്താ പറഞ്ഞറിയോ, നേരത്തെ മൗലവിമാര് പറഞ്ഞു ജൂത ക്രിസ്ത്യാനികളുടെ നടപടിയാണ് ജാറമുണ്ടാക്കൽ എന്ന് പറഞ്ഞു. അതെന്ന് വെച്ചു കൊടുത്താൽ അവനെ ആദ്യം ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും, ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും പറഞ്ഞ മൗലവി ഞാൻ ഈ വിശദീകരണം അങ്ങ് കൊടുത്തപ്പോ ഇപ്പൊ മൗലവി വന്നിട്ട് പറഞ്ഞറിയോ, ജൂതന്മാരും ക്രിസ്ത്യാനികളും അവർ അമ്പിയാക്കളെ ആരാധിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. നമ്മൾ ആരാധിക്കല്ലേ, നമ്മൾ സിയാറത്ത് ചെയ്യല്ലേ, നമ്മൾ ഖുർആൻ ഓതല്ലേ, നമ്മൾ അല്ലാഹുവിനോട് ദുആക്കല്ലേ, അതുപോലെ തവസ്സുൽ ചെയ്യല്ലേ, ഇസ്തിഗാസ ചെയ്യല്ലേ, നമ്മളുടെ ആരാധിക്കുന്നത്. അപ്പൊ ഇപ്പൊ മൗലവി മാറ്റി പറഞ്ഞു, അത് എന്ന് കേൾപ്പിച്ചെടുത്താ, മാറ്റി പറഞ്ഞു എന്ന് കേൾപ്പിച്ചെടുത്താ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി തന്നെ പഠിപ്പിച്ചതാണ്, ജൂതനസാറാക്കളുടെ സമ്പ്രദായമാണ്, ജൂതനസാറാക്കളുടെ സമ്പ്രദായമാണ് ഖബറുകളെ മസ്ജിദുകളാക്കുന്ന സമ്പ്രദായം, ആരാധനാലയങ്ങളാക്കുന്ന സമ്പ്രദായം. അവർക്ക് ഒരു പുണ്യാളന്നവരിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ബനൗവല ഖബരിഹി മസ്ജിദാ, അദ്ദേഹത്തിന്റെ ഖബറിന്മേൽ അവര് മസ്ജിദ് ഉണ്ടാക്കും, ആരാധനാ കേന്ദ്രമുണ്ടാക്കും. അങ്ങനെ അവിടെ ആരാധനകൾ നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒട്ടേറെ നിർദ്ദേശങ്ങളിൽ പല റിവായത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ഈ ആശയത്തെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് പറയാണ്, അലാ അറിയണേ ജനങ്ങളെ, ഇന്നി അൻഹാക്കും മൻ ദാലിക, ഞാൻ നിങ്ങളോട് അവരുടെ സമ്പ്രദായത്തെ പിന്തുടരുന്നതിൽ നിന്ന് ഞാൻ നിങ്ങളോട് വിരോധിക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ, പറഞ്ഞത് തന്നെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ ജൂതന്മാർ ക്രിസ്ത്യാനികളും ജാറുണ്ടാക്കി എന്നല്ല റസൂലുള്ളാഹി പറഞ്ഞത്, ജാറുണ്ടാക്കിയ വകയിൽ ലഅനത്തൊന്നും അല്ല പറഞ്ഞത്. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളാക്കി, ആരാധന നടത്തി, അങ്ങനെ അംബിയാക്കളുടെ ഖബർ ആരാധിക്കുന്ന സ്ഥലമാക്കി. അതിനെ റസൂലുള്ളാഹി എതിർത്തു. ഇപ്പൊ മൗലവി സമ്മതിച്ചു. നേരത്തെ പറഞ്ഞ ജാറുണ്ടാക്കിയതായിരുന്നു, ജാറുണ്ടാക്കിയതല്ല ജൂതന്മാര്, ആരാധനാ സ്ഥലങ്ങൾ ഉണ്ടാക്കി, എന്നിട്ട് അവർ ആരാധിച്ചു. അതാ പ്രശ്നം. അതിപ്പോ മൗലവി സമ്മതിച്ചു. മൗലവിക്ക് ഞാൻ ശരിക്കങ്ങ് പഠിപ്പിച്ചു, നാദാപുരത്തുനിന്ന് ഓരോന്നോരോന്നങ്ങ് പഠിപ്പിച്ചു. അപ്പൊ ഇപ്പൊ മൂപ്പര് വന്നിട്ട് എനിക്ക് ഭീഷണി. എന്നാ ഭീഷണി അറിയോ? മൂപ്പര് പറയുന്നത്, ഞാനേ ജൂതന്മാര് ഇവിടെ അകർപ്പാടാണ്, ജാറുണ്ടാക്കല്, അതുപോലെ തന്നെ എന്നൊക്കെ പറയുമ്പോ പേരോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പച്ച കുബ്ബങ്ങനെ കാണിച്ചിട്ട് ആളുകളോട് ചോദിക്കുന്നു, ഈ ഖബർ ജൂതന്റെതാണോ എന്ന് ചോദിക്കുന്നു. ഞാൻ അവിടെ കിടക്കുന്ന ജൂതനാണെന്ന് പറഞ്ഞു എന്ന് വരുത്തി തീർക്കാനാണ് എന്ന് പറഞ്ഞിട്ട് എന്നോട് ഭീഷണി. എന്നാ പച്ചക്കള്ളമാണ് മൗലവി പറഞ്ഞതും. മൗലവി പറഞ്ഞു ജൂതന്മാരുടെ നടപടിയാണ് ജാറമുണ്ടാക്കൽ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മദീനത്തെ ജാറം കാണിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇത് ജൂതന്മാരുടേതാണോ, ജൂതന്മാരുടേതാണോ
ജൂതന്മാരുടെ നടപടിയാണെങ്കിൽ അത് ഉണ്ടാക്കിയ ജൂതന്മാരായിരിക്കണമല്ലോ. അപ്പൊ മദീനയിൽ അള്ളാന്റെ റസൂലിന്റെ ശേഷം, സഹാബത്തിന്റെ ശേഷം മദീനയെ കുറെ ജൂതന്മാർ ഭരിച്ചിട്ടുണ്ടോ? ഇപ്പോഴും മദീനയിലെ സംരക്ഷിക്കുന്ന ജൂതന്മാരാണോ? അവിടെ പോകുന്ന ജൂതന്മാരാണോ? അങ്ങനെ ആ നിലയ്ക്ക് ഞാൻ ചോദിച്ചു, ഇത് ജൂതന്മാരുടേതാണോ? പറയണം മറുപടി മൗലവി എന്ന് പറഞ്ഞു. ഞാൻ അതിന് മൗലവിക്ക് എന്നോട് ദേഷ്യം. കാരണം സാധാരണക്കാർക്ക് ഇത് പിടുത്തം കിട്ടുമല്ലോ. ഇത് മൗലവിമാരെ തട്ടിപ്പ് ഓരോന്നോരോന്ന് വെളിച്ചത്താകുന്നുണ്ടല്ലോ. അതിനെനിക്ക് ഭീഷണി. നിർത്തുന്നതാ നല്ലത് എന്നോട്. അതൊന്ന് കേട്ടോളിങ്ങൾ. അതും ഈ തട്ടിപ്പിലൂടെ ജൂതന്മാരുടേതാണോ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ പറയുന്ന വാചകം നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചോ. ജൂതന്മാരുടേതാണോ എന്നാണ് എന്റെ ചോദ്യം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, മദീനത്തെ പള്ളിയോടനുബന്ധിച്ചുള്ള ജാറം ജൂതന്മാരതാണോ മൗലവി? ജൂതന്മാരതാണോ മൗലവി? അത് മൗലവി എന്ത് ചെയ്തോ? മൗലവി എന്ന് പറഞ്ഞാൽ അട്ടിമറിയുടെ വലിയ മുട്ടിമറിക്കാരനാ. ഒക്കെ അട്ടിമറിക്കലാ മൂപ്പര പരിപാടി. അങ്ങനെ മറുപടി കിട്ടൂലെങ്കിൽ മൂപ്പർ ചോദ്യം ഒന്ന് അട്ടിമറിക്കും. എന്നിട്ട് അട്ടിമറിച്ചു ചോദിക്കും. ഞാൻ നേർക്ക് നേരെ പറഞ്ഞ മറുപടി ഉണ്ടാവും. അതിനെ സംബന്ധിച്ച് മൂപ്പര് പറയും, പേരോട് അട്ടിമറിച്ചു കളഞ്ഞു എന്ന് പറയും. അത് അയാൾ അട്ടിമറിച്ച സ്ഥലത്ത് അത് പറയാ. മൂപ്പര് കളവ് പറയുമ്പോ പ്രത്യേകം പറയും, കൃത്യമായി പറയട്ടെ എന്ന് പറയും. എന്നാൽ കളവാന്ന് ഉറപ്പായിരിക്കും. കളവാണ് ഉറപ്പുള്ളത് പറയുമ്പോ കൃത്യമായി മനസ്സിലാക്കണം എന്നിട്ടാ പറയാ. പച്ചക്കള്ളം പറയുന്നുണ്ടെങ്കിൽ വളരെ സത്യമാണ് എന്ന് പറയും. മൗലവിന്റെ സ്വഭാവമാണ്. അങ്ങനത്തെ ഒരു തട്ടിപ്പേരനായി മൗലവി. ആ മൗലവി അയാളെടി എത്തുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഒന്ന് കേട്ടോളി. മൗലവി എന്നെ ഭീഷണിപ്പെടുത്തി നോക്കോളി. ഏതാണ് ഒരു തട്ടിപ്പ്? ജൂതന്റേതാണോ എന്ന് ഞാൻ ചോദിച്ചു. വെച്ചുകൊടുത്താമനെ. ഖബർ പൊളിക്കണം എന്ന ഹദീസ് ഞാൻ പറഞ്ഞാൽ, ഒരു മിനിറ്റ്. ഇപ്പൊ ആദ്യം തന്നെ പറയുന്ന ഒരു വാചകം കേട്ടുങ്ങൾ. ഖബർ പൊളിക്കണം എന്ന ഹദീസ് ഞാൻ പറഞ്ഞാൽ, ഞാൻ മൗലവിമാരോട് ചോദിക്കുന്നു, ഖബർ പൊളിക്കണം എന്ന ഹദീസ് എവിടെ? ബുഖാരിയിലുണ്ടോ? മുസ്ലിമിലുണ്ടോ? ആ ഹദീസ് എവിടെ? പച്ചക്കള്ളം പറയാൻ വെക്കുവാനെ. ഖബർ പൊളിക്കണം എന്ന ഹദീസ് ഞാൻ പറഞ്ഞാൽ, അതല്ലെങ്കിൽ ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും ആരാധന നടത്തലും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ക്ലിപ്പങ്ങ് കൽപ്പിച്ചിട്ട് മൂപ്പര് ചോദിക്കുന്നു, അതാ ഈ ജാറം ജൂതന്റെതാണെന്ന് പറയാൻ തയ്യാറുണ്ടോ മൗലവി? ഇത് ജൂതന്റെതാണെന്ന് പറയാൻ തയ്യാറുണ്ടോ? ആ രൂപത്തിലുള്ള ചപ്പടാച്ചിയുണ്ടല്ലോ, മാന്യമായ ഭാഷയിൽ പേരോടിനോട് പറയുന്നു, അത് അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. മാനമായ ഭാഷയിൽ സർവ്വ മൗലവിമാരോട് ഞാൻ പറയുന്നു, ഞങ്ങളെ നേതാവിന്റെ ജാറത്തെക്കുറിച്ച്, ഞങ്ങളെ നേതാക്കന്മാരുടെ ജാറത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ 4 മാത്രമേ ഇപ്പൊ ഉള്ളിലുള്ളൂ. സർവ്വ മൗലവിമാരും ഉള്ളിലായിരിക്കും. കാത്തു സൂക്ഷിച്ചോളണം. ഞങ്ങൾ മിണ്ടാതിരിക്കണം അല്ലേ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ സഹോദരന്മാരെ? ഞാൻ എന്റെ നാദാപുരത്തെ പ്രസംഗത്തിൽ വായിച്ചു പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരുടെ ഖബറിന്റെ സമീപത്ത് ഖുബ്ബ പണിയൽ പുണ്യമാണ്. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇമാം റംലി പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഫരീദ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഖബറുകളുടെ അടുക്കൽ ഖുബ്ബ പണിയുന്നത്, ജാറം പണിയുന്നത് പുണ്യകർമ്മമാണ്. വസമില അദമുൽ മഅസിയത്തിൽ ഖുർബത, അത് ഖുർബത്താണ് എന്ന് പറഞ്ഞ് വിശദീകരിച്ച് ഇമാമിങ്ങൾ പറഞ്ഞു. ഞാൻ നാദാപുരത്തെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്കൊരു രസം കേൾക്കണോ? മൗലവിനെ കൊണ്ട് ഏത്തടിച്ചു തരാ. എടമുട്ടൻ സംവാദത്തിൽ സക്കരിയ പറഞ്ഞ് എന്താ അറിയോ? ബിംബാരാധനക്ക് തുല്യം തന്നെയാണ് ഖബറുകളെ ആദരിക്കൽ എന്ന് പറഞ്ഞു. ഇങ്ങനെ ബിംബാരാധനക്ക് തുല്യം തന്നെയാണ് ഖബറുകളെ ആദരിക്കൽ എന്ന് പറഞ്ഞു. അതൊന്ന് ആദ്യം കേട്ടോളി. ഞാൻ മൗലവിനെ കൊണ്ട് ഏത്തടിച്ചു തരാം. ബിംബാരാധകരുടെ തുല്യം തന്നെയാണ് മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കൽ. ബിംബാരാധകരുടെ തുല്യം തന്നെയാണ് മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കൽ. മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കൽ. മഹാന്മാരുടെ ഖബറിനെ ആദരിക്കൽ ബിംബാരാധനക്ക് തുല്യാണ് എന്നെ പറഞ്ഞു. നാദാപുരത്ത് 7 ഗണ്ണന പ്രസംഗം നടത്തി. 7ാമത്തെ ഗണ്ണനത്തിൽ മൗലവിനെ ഏത്തടിച്ചു. മൗലവി പറയുന്നു, മുസ്ലിമീങ്ങളെ ഖബറുകൾ ആദരിക്കപ്പെടണം. മുസ്ലിമിന്റെ ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്, സംശയമില്ല. മുസ്ലിമിന്റെ ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്, സംശയമില്ല. മനസ്സിലായില്ലേ? മുസ്ലിമിന്റെ ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്, സംശയമില്ല. ഗണ്ണന പ്രസംഗം മുതലായില്ലേ മൗലവിമാരെ? നിങ്ങളല്ലേ ബിംബാരാധനയാണെന്ന് പറഞ്ഞത്? ഇപ്പൊ പറയുന്നത് ആദരിക്കപ്പെടണം, സംശയമില്ല. ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ മേലെ റസൂലുള്ളാഹിന്റെ ഖബർ ആദരിച്ചിട്ട് പട്ട് കൊണ്ടുപോയി വിരിക്കലുണ്ട്. അത് സൗദി അറേബ്യയിൽ നിന്ന് നെയ്യുന്നുണ്ട്. കഅബത്തിന്റെ ഖില്ല നെയ്യുന്നതിന്റെ നേരെ അപ്പുറത്തിന് അതും നെയ്യുന്നത്. ഒരേ സ്ഥലത്ത് നിന്ന് അതിന് പ്രത്യേകം മക്കീനയുണ്ട്, മെഷീനുണ്ട്. ഒരു ഫാക്ടറിയിൽ തന്നെ രണ്ടും നടക്കുന്നത്.
25 കോടി ഉറുപ്പിയോളം മുതലാ കായബത്തിന്റെ ഖില്ല പണിയാൻ. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? ഇതേ മൗലവി ആലപ്പുഴ പോയിട്ട് ചോദിക്കുന്നത്, തങ്ങൾ പാപ്പാക്ക് കൊതുകടിക്കാതിരിക്കാനാ എന്തിനാ പുതപ്പിക്കുന്നത്? അതെന്ന് വെച്ചോടത്തവനെ, എന്തിനാ ജാറം മൂടുന്നത്? തങ്ങൾ പാപ്പാക്ക് തണുക്കാതിരിക്കട്ടെ, കൊതുക് കടിയില്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഈ പട്ടി മൂടുന്നത്? കേട്ടില്ലേ? ഞാൻ ചോദിച്ചു മൗലവിയോട്, ബുദ്ധി ഉണ്ടാവും വിചാരിച്ച് ചോദിച്ചതാണ്. എന്താ ചോദിച്ചെന്നറിയോ? കഅബ ഷരീഫിനെ 25 കോടി ഉറുപ്പികയിലധികം ചെലവഴിച്ചിട്ട് കഅബ ഷരീഫിനെ ഖില്ല കൊണ്ട് മൂടുന്നുണ്ടല്ലോ മൗലവി, അത് കഅബയെ കൊതുകടിക്കാതിരിക്കാനാണോ, കഅബക്ക് തണുക്കാതിരിക്കാനാണോ? ഇപ്പൊ മൗലവി ഇപ്പം വന്നിട്ട് എന്താ പറഞ്ഞറിയോ? കഅബത്തുള്ളിൽ ഖബറുണ്ടോ? കഅബത്തിനുള്ളിൽ ഖബറുണ്ടായാലും ഇല്ലെങ്കിലും ഇത് പൊതപ്പിക്കുന്ന എന്തിനാണല്ലോ നമ്മുടെ ചർച്ച. നിങ്ങളെ തത്വം എന്താണ്? കൊതുക് കടിക്കാതിരിക്കാൻ മാത്രം പൊതപ്പിക്കരുതാ. വെറും കൊതുക് കടിക്കാതിരിക്കാൻ മാത്രമേ പൊതപ്പിക്കുള്ളൂ. എന്നാ ഇവിടെ എന്തിനാ പൊതപ്പിച്ച്? അതിന് കൊതുക് കടിക്കാതിരിക്കാനാ? ഈ ഒരു കൊതുകിന്റെ ബുദ്ധി പോലും ഇല്ലാതെ ആയിപ്പോയല്ലോ. എന്നാ സഹോദരന്മാരെ, നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ വെറുതെ പറഞ്ഞതല്ല. കഅബയുടെ ഖില്ല പണിയുന്ന ഫാക്ടറിയെ സംബന്ധിച്ച് ഏഷ്യാനെറ്റ് വാർത്ത, അതിൽ തന്നെ അവസാനം നിങ്ങൾക്ക് കേൾക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ഷരീഫിൽ വിരിക്കാനുള്ള അല്ലെങ്കിൽ പുതക്കാനുള്ള, എന്ത് പറഞ്ഞാൽ തർക്കമില്ല, വിരിക്കാനുള്ള തുണി, പച്ചത്തുണി, അതും നിർമ്മിക്കപ്പെടുന്നത് അവിടെ വെച്ച് തന്നെയാണ്. അതിന് ശരിക്ക് ബോർഡ് വെച്ചിട്ട്, മക്കീനത്തു സിതാറത്തി ദഖലിയ ലിഖബ്രി റസൂലി ഫി റൗളത്തി ബിൽ മദീനത്തിൽ മുനവ്വറ എന്ന് ബോർഡ് വെച്ചിട്ട് അതിന്റെ മെഷീൻ അടക്കം ഏഷ്യാനെറ്റ് വാർത്തയിൽ വന്നു. അതൊന്ന് വെച്ചുകൊടുത്താവാനെ ഏഷ്യാനെറ്റ് വാർത്ത. ഏറ്റവും വലിയ ദേവാലയമായ മക്കയിലെ വിശുദ്ധ കഅബാലത്തെ പുതപ്പിക്കുന്ന തുണിയാണ് കിസ്വ. സിൽക്കും സ്വർണവും വെള്ളിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന കിസ്വ നിർമ്മിക്കാൻ മക്കയിൽ ഒരു ഫാക്ടറി തന്നെയുണ്ട്. എല്ലാ വർഷവും ഹജ്ജിനോടനുബന്ധിച്ച് കിസ്വ മാറ്റിയിടും. യമനിലുള്ള തുബൈ എന്ന രാജാവാണ് ആദ്യമായി വിശുദ്ധ കഅബയെ തുണി കൊണ്ട് പുതച്ചത് എന്നാണ് പ്രബലാഭിപ്രായം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് മുൻകാലങ്ങളിൽ കഅബയെ പുതക്കാനുള്ള കിസ്വ എന്നറിയപ്പെടുന്ന തുണി കൊണ്ടുവന്നിരുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലശേഷം വളരെ കാലം ഈജിപ്തിൽ നിന്നുള്ള തുണിയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. 1926 മുതൽ അബ്ദുൽ അസീസ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം മക്കയിൽ തന്നെ കിസ്വ നിർമ്മിക്കാൻ ആരംഭിച്ചു. 1977 മക്കയിൽ ഈ കിസ്വ നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചത്. ഇവിടെ 200 ജോലിക്കാർ ഒരു വർഷമെടുത്താണ് ഒരു കിസ്വ നിർമ്മിക്കുന്നത്. ഏതാണ്ട് 2 കോടി സൗദി റിയാലാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. 450 കിലോഗ്രാം ശുദ്ധമായ സിൽക്കും 15 കിലോഗ്രാം സ്വർണവും ഉപയോഗിച്ചാണ് 650 സ്ക്വയർ മീറ്റർ വലുപ്പത്തിലുള്ള കിസ്വ നിർമ്മിക്കുന്നത്. 47 മീറ്റർ നീളത്തിലും 1 മീറ്റർ വീതിയിലുമായി വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അറബ് കാലിഗ്രാഫിയിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നൂലുപയോഗിച്ചാണ് കിസ്വയിലെ വിശുദ്ധ വചനങ്ങളും അലങ്കാരങ്ങളും തീർത്തിരിക്കുന്നത്. എല്ലാ വർഷവും ഹജ്ജ് വേളയിൽ കഅബയെ പുതപ്പിക്കുന്ന കിസ്വ മാറ്റിയിടും. അറബ് മുസ്ലിം രാജ്യങ്ങളിലെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കിസ്വ മാറ്റിയിടാറുള്ളത്. പഴയ കിസ്വ കഷ്ണങ്ങളാക്കി വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് പതിവ്. മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായ കഅബയെ പുതപ്പിക്കുന്ന കിസ്വയുടെ ചെറിയ ഭാഗത്തിന് പോലും വളരെ പുണ്യമുള്ളതായാണ് വിശ്വസിക്കപ്പെടുന്നത്. മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കബറിടം പുതക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നത്. കേട്ടില്ലേ? അപ്പൊ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കബറ് പുതക്കാനുള്ള പച്ചത്തുണിയും ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞ അതിന്റെ ഫോട്ടോ, അതിന്റെ ബോർഡ് അടക്കം കാണിച്ചു. എന്നിട്ട് നിങ്ങൾ കേൾക്കണോ? അപ്പം ചെയ്യുന്നറിയോ? ഒരു മൗലവി അതും വെച്ചിട്ട് പറഞ്ഞു, അപ്പൊ ഇത് ഇല്ല എന്നുള്ളതാണ് സത്യം എന്ന് പറഞ്ഞു. അതും കൂടി കേട്ടിട്ട് ഞാൻ ഉണ്ട് എന്നുള്ള വേറെ മൗലവിയെ കൊണ്ട് പറയിപ്പിച്ചേരാ. ഇത് ശരിയാണോ? ഇത് സത്യമാണോ? കഅബയുടെ ഖില്ല നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് മുകളിൽ പതക്കുന്ന പച്ചപ്പട്ട് ഉണ്ടാക്കുന്നുണ്ടോ? അവിടെ പച്ചപ്പട്ടുണ്ടോ? പച്ചപ്പണി വിരിക്കുന്നുണ്ടോ? ഇല്ല എന്നതാ സത്യം. ഇല്ല എന്നുള്ളതാ സത്യം എന്ന് കായ്ക്കൊടി മൗലവി. അപ്പൊ സക്കരിയ സലാഹി പറഞ്ഞ്, മനുഷ്യന്മാര് ചെന്ന് നോക്കിയാൽ ഇത് കാണൂലേ? ഇതാണെങ്കിൽ ഏഷ്യാനെറ്റിൽ ബോർഡടക്കില്ലേ? ഇങ്ങനെ നിഷേധിച്ചാ പിന്നെ നമ്മൾ ഉള്ളതിന് വിഷമാവോ? അപ്പൊ സക്കരിയ സലാഹി അതിനൊരു ന്യായീകരണം കണ്ട് മൂപ്പര് പറഞ്ഞ്, ബോർഡടക്കം കാണാനുണ്ടല്ലോ, അതുകൊണ്ട് അതിന് ഞാനൊരു മറുപടി അറിയാം. എന്താ മറുപടി? മൂപ്പര് മറുപടി അറിയോ? അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അപ്പുറത്ത് സിദ്ദീഖുൽ അക്ബറിന്റെയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെ ഖബറും കൂടിയുണ്ട്. അപ്പോ ഷിയാക്കൾ ഇങ്ങനെ കാണുമ്പോ, ഈ അബൂബക്കറും ഉമർ ഇബ്നു ഖത്താബിന്റെ ഖബർ കാണുമ്പോ ഷിയാക്കൾ ചിലപ്പോ ജനവാദിന്റെ ഉള്ളൂട്ട തുപ്പിയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പോച്ചതാണ്. ജനവാദിന്റെ ഉള്ളൂട്ട ഷിയാക്കൾ തുപ്പുന്നതിന് പൊച്ചതാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നിൽക്കുന്നത് അവിടുത്തെ ഭാര്യമാരെല്ലാവരും വീട് ഉൾക്കൊള്ളുന്ന ഒരു വീട്ടിലാണ്. ആ വീട് എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു ചുമരുണ്ടാക്കിയിട്ടുണ്ട് പഞ്ചകോണില്. അതിലേക്ക് തിരിനിസ്കരിക്കാൻ വേണ്ടി കോണ് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ പുതപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ അതിന് അത് കാണാതിരിക്കാൻ വേണ്ടിയോ പച്ച തുണി. കാരണം സിദ്ദീഖുൽ അക്ബറിന്റെയും ഉമറുൽ ഫാറൂഖിന്റെയും ഒക്കെ ഖബർ അതിനകത്ത് തന്നെയാണ്. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് കാണുമ്പോൾ വിഷമുണ്ടാവും. അവരാ ദ്വാരത്ത് കൂടി ചിലപ്പോൾ തുപ്പും. അതിനായിരിക്കണം, നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും അങ്ങനെ ഒരു പച്ച കർട്ടൻ അതിനുള്ളിലുണ്ട് എന്നുള്ളത് ശരിയാണ്. ഏതായിരുന്നാലും അങ്ങനെ ഒരു പച്ച കർട്ടൻ അതിനുള്ളിലുള്ളത് ശരിയാണ്. ഇതെന്തായി എന്നാ നിങ്ങൾ ഒന്ന് കേൾക്കണോ? നമ്മളെ ഇയാള് പറഞ്ഞത് എന്താണ്? കായക്കൊടി പറഞ്ഞെന്താണ്? അത് സത്യമല്ലാതാ. ഇയാൾ പറഞ്ഞത് ശരിയാണ്. അത് രണ്ടും കൂടി കൂട്ടിയിട്ടൊന്ന് വെച്ചു കൊടുത്തവൻ എന്നാലും അതിന്റെ ഏറ്റവും നല്ല രസം. ഇത് ശരിയാണോ? ഇത് സത്യമാണോ? കഅബയുടെ കില്ല നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് മുകളിൽ പതക്കുന്ന പച്ചപ്പട്ട് ഉണ്ടാക്കുന്നുണ്ടോ? ഏതായിരുന്നാലും അങ്ങനെ ഒരു പച്ച കർട്ടൻ അതിനുള്ളിലുണ്ട് എന്നുള്ളത് ശരിയാണ്. അവിടെ പച്ചപ്പട്ടുണ്ടോ? പച്ചത്തുണി വിരിക്കുന്നുണ്ടോ? ഇല്ല എന്നതാ സത്യം. ഏതായിരുന്നാലും അങ്ങനെ ഒരു പച്ച കർട്ടൻ അതിനുള്ളിലുണ്ട് എന്നുള്ളത് ശരിയാണ്. അവിടെ പച്ചപ്പട്ടുണ്ടോ? പച്ചത്തുണി വിരിക്കുന്നുണ്ടോ? ഇല്ല എന്നതാ സത്യം. ഏതായിരുന്നാലും അങ്ങനെ ഒരു പച്ച കർട്ടൻ അതിനുള്ളിലുണ്ട് എന്നുള്ളത് ശരിയാണ്. തമ്മിലാണ്.